മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുമായിട്ട് ഒരു പഠനയാത്രയിലാണ് ഇവിടെ എത്തിയിട്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പം ഞങ്ങൾ കൃഷി സംബന്ധമായ കാഴ്ചകൾ കാണുന്നതിനും അതുപോലെ തന്നെ അത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തുന്നതിനുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം എൻ്റെ ആദ്യകാല സബ്സ്ക്രൈബേഴ്സായ ഏതാനും സുഹൃത്തുക്കളും അവരുടെ മാതാപിതാക്കളും അവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ചെറു കുടുംബമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കാച്ചിലും കിഴങ്ങും കുത്തരിയും ഒക്കെ സ്വന്തമായി പാചകം ചെയ്താണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് പാചകപ്പുരയിലേക്ക് നമുക്കൊന്ന് കയറാം. ഹായ്, നമസ്കാരം. നമസ്കാരം നമസ്കാരം എന്തോ എല്ലാ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി? അത് ശരി, അദ്ദേഹമാണ് നിങ്ങളുടെ രുചിക്കൂട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമ്മുടെ ബ്ലോഗ് കാണുന്ന സ്ഥിരമായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതാണ്ട് ഇവിടെ കറികൾ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന കറികളാണ്. അത് എല്ലാ ചേച്ചിമാരൊക്കെ അരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അല്പ വിവരങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെക്കണം. ഇത്തരത്തിൽ അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മൾ ഏത് ജോലി ഏർപ്പെട്ടിരുന്നാലും നമ്മുടെ വീട്ടിൽ അല്പനേരം മാറി നിന്ന് ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ട് നമ്മുടെ വ്യത്യസ്ത രീതികൾ കൃഷികൾ അതുപോലെ തന്നെ ജോലികളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കുന്നു, അല്പസമയം ചിലവഴിക്കുന്നതൊക്കെ നമുക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ആണ് എൻ്റെ അഭിപ്രായം. പച്ചക്കറിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാം കുശാലായിട്ടാക്കിയല്ലോ. അത് ശരി. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ തനതായ വിഭവങ്ങൾ കഴിക്കാൻ നമുക്ക് അവസരം കിട്ടുകയില്ല. അതുപോലെ ഞങ്ങൾ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ചീനി പുഴുക്കാണ്. ഞങ്ങൾ നല്ല 6 മാസ ചീനിയുടെ നല്ല ബ്ലോക്ക് ചീനിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അത് ഇപ്പോഴേ പാചകം പൂർത്തിയായിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ ഇത്തരത്തിലെ മലയാള വിഭവങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് ഞങ്ങൾ കഴിക്കുമെന്ന് പറയുമ്പോൾ അതുതരം സന്തോഷത്തിന് ഒരു അർത്ഥമില്ല എന്നുള്ളതാണ് സത്യം. പ്രിയ സുഹൃത്തുക്കളെ, ഇത് വേറിട്ടൊരു കാഴ്ചയാണ്, വേറിട്ടൊരു അനുഭവമാണ്. നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നാലും ഏത് ജീവിത രീതികൾ തുടരുകയാണെങ്കിലും നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കളോടൊപ്പം ഒക്കെ ഏതാനും ദിവസങ്ങൾ 1-2 ദിവസങ്ങൾ ഒക്കെ ഒന്നും നമ്മുടെ നാട്ടിൽ നിന്നൊന്ന് മാറി നിന്ന് ഇത്തരത്തിലുള്ള ജീവിത രീതി സ്വീകരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വളരെ വിലപ്പെട്ടതാണ്, വളരെ നല്ലതാണ്.